ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വലിയൊരു ദുരവസ്ഥ എന്താണെന്ന് നിങ്ങൾ 12 വയസ്സാവുമ്പോഴേക്ക് കുട്ടികൾക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും. 5ഓടുകൂടെ തന്നെ കുറേ ആൾക്കാർ മതിയാക്കി, 7ഓടുകൂടെ ബാക്കിയുള്ളവരും മതിയാക്കി. 60 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 10ാം ക്ലാസ്സിൽ 6 കുട്ടികളാണ് ഉള്ളത്. നമ്മൾ 10ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ്? 12. 12ൽ 10 പെൺകുട്ടികൾ, 2 ആൺകുട്ടികളും. ആൺകുട്ടികൾ തീരല്ല, അത് ശരി, ആയിക്കോട്ടെ. പിന്നെ പൊതുവെ ഒരു കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ പെൺകുട്ടികളെ തന്നെയാണ് നല്ലോണം പഠിപ്പിക്കേണ്ടത്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം പെൺകുട്ടികൾക്കാണ് പിൽക്കാലത്ത് വരിക എന്നാണ്. ആണുങ്ങൾക്ക് അതങ്ങനെ വരില്ല. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ആണുങ്ങൾക്ക് പൊതുവേ വരില്ല, സ്ത്രീകൾക്കാണ് വരിക. നമ്മളെന്തെങ്കിലും ഒരു ക്ലാസ്സോ ഒരു ഖുർആൻ ക്ലാസ്സോ എന്തെങ്കിലും നടത്തിയ പെണ്ണുങ്ങളാണ് തോന്നുന്നുണ്ടാകുക. എന്താ കാരണം? പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം അവർക്കാണ് കൂടുതലുണ്ടാകുക. കുറേ ഈ സൈഡിൽ ഇങ്ങനെ ആണുങ്ങൾ, ഈ സൈഡിൽ പെണ്ണുങ്ങൾ ഇരുത്തിയിട്ട് നിങ്ങൾ എന്തുവാണെങ്കിലും ചോദിച്ചോളൂ ഇസ്ലാമികമായിട്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് കൂടുതൽ ചോദ്യം ചോദിക്കുക. ആണുങ്ങൾ അത് കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയുള്ളൂ, ചോദിക്കൂല. അങ്ങനെയാണ് ചോദ്യം ചോദിക്കാനുള്ള മനസ്സ്, സീക്കിംഗ് മൈൻഡ് എന്നാണ് പറയുക. ഒബ്സർവ് ചെയ്താൽ സ്ത്രീകൾ അതിൽ മുൻപന്തിയിലായിരിക്കുമെന്നാണ്. പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളെ പിൽക്കാലത്ത് കുറ്റപ്പെടുത്തുക പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളായിരിക്കുമെന്നാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ എന്തായാലും പഠിപ്പിക്കണം, ആൺകുട്ടികളും പഠിപ്പിക്കണം, പെൺകുട്ടികൾ എന്തായാലും പഠിപ്പിക്കണം, നല്ലോണം പഠിപ്പിക്കണം. ഭൗതിക വിജ്ഞാനം കൂടി വരുന്നതിനനുസരിച്ച് മതവിജ്ഞാനം കൂടണം. മുമ്പൊക്കെ നമ്മളെ ആൾക്കാർ 3ാം ക്ലാസ് വരെ സ്കൂളും 3ാം ക്ലാസ് വരെ മദ്രസ പഠിക്കല്. പക്ഷെ അവർക്ക് ഈമാനൊരു കുഴപ്പമുണ്ടാവില്ല. എന്തേ? ജീവിക്കാൻ ആവശ്യമായ വിജ്ഞാനത്തിൻ്റെ അളവിൽ ദീനിയായ വിജ്ഞാനം ഉണ്ട് എന്നതാണ് കാരണം. ഇന്ന് ഭൗതിക വിജ്ഞാനം കൂടുകയും മതവിജ്ഞാനം കുറയുകയും ചെയ്തിട്ടുണ്ട്. മതവിജ്ഞാനം അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക? നിങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളായ ഖുർആനാവട്ടെ ഹദീസാവട്ടെ എല്ലാവരോടും ഒരേ രൂപത്തിലല്ല സംസാരിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഇൽമിൻ്റെ തോതനുസരിച്ച്, വിവരത്തിൻ്റെ തോതനുസരിച്ചാണ് സംസാരിക്കുക. ഹദീസുകളിൽ നിന്ന് എല്ലാവർക്കും ഒരേ കാര്യമല്ല മനസ്സിലാകുക. ആയത്തിൽ നിന്ന് എല്ലാവർക്കും ഒരേ കാര്യമല്ല മനസ്സിലാകുന്നത്. ഓരോരുത്തരുടെയും വിവരത്തിനനുസരിച്ചാണ് മനസ്സിലാവുക എന്ന് അല്ലമൽ ഇൻസാന മാലം യഅലം എന്നതിൻ്റെ വിശദീകരണത്തിൽ കാണും. മനുഷ്യന് അറിയാത്തത് പഠിപ്പിക്കലാണ് ഖുർആന്റെ ദൗത്യം. അപ്പോൾ അവൻ്റെ അറിവ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ മേലേക്കും ഖുർആൻ ഉണ്ടാകുക, അതിൻ്റെ മേലേക്കും ഹദീസ് ഉണ്ടാകുക. അപ്പം നാളെ ഈ ഒരു ഹദീസ്, ഇത്തഖുൽ ജുദാമ കമാ തത്തഖുൽ അസദ എന്നൊരു ഹദീസാണ്. കുഷ്ഠരോഗത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടത് സിംഹത്തെ ഭയപ്പെടേണ്ടത് പോലെയാകുന്നു. ഇത്തഖുൽ ജുദാമ കമാ തത്തഖുൽ അസദ ഔ കമാ ഖാൽ. ലഫ്ദിൽ ചെറിയ ഒരു ഓർമ്മക്കുറവ്. നിങ്ങൾ സിംഹത്തെ ഭയപ്പെടുന്നത് പോലെയാണ് കുഷ്ഠരോഗത്തെ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നൊരാശയമുണ്ട്. ഈ സിംഹം എല്ലാവരെയും പിടിക്കൂല എന്നാണ്. സിംഹം എല്ലാവരും പിടിക്കൂല എന്നാണ്. ചിലവരുടെ കമ്പനിയാവും, ചില ആൾക്കാരെ പിടിക്കും. സിംഹം ആരെയാണ് പിടിക്കുന്നത്? കുഷ്ഠരോഗം ആർക്കാണ് പിടികൂടാൻ സാധ്യതയുള്ളത്? അയാളെ തന്നെയാണ് സിംഹവും പിടിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും തമ്മിൽ എന്താണ് യോജിപ്പ് എന്നൊരാൾക്ക് സംശയം ഉണ്ടായെന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. ഒന്നുകിൽ സിംഹത്തെ പറ്റി പഠിച്ചൊരുക്കുണ്ടാകുക, അല്ലെങ്കിൽ കുഷ്ഠരോഗത്തെ പറ്റി പഠിച്ചൊരുക്കുണ്ടാകുക. എല്ലാവർക്കും കഴിയുമ്പോൾ സംശയം വരുമല്ലോ. രണ്ടിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ സംശയം ഉണ്ടാവും. ഒന്നുകിൽ സിംഹത്തെ ഒരാൾ പഠിച്ചു, അല്ലെങ്കിൽ കുഷ്ഠരോഗത്തെ പഠിച്ചു. 2 പഠിച്ചാലും ഉണ്ടാവും. കുഷ്ഠരോഗത്തെ പഠിച്ചാൽ അൽ ജുദാമു ജുദാമു റഅസ് എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. കുഷ്ഠം എന്നാൽ തലയുടെ കുഷ്ഠരോഗമാകുന്നു. ശരിക്കും കുഷ്ഠരോഗം തലൻ്റെ രോഗമല്ല, രക്തരോഗമാണ്. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? വിരലൊക്കെ ഇങ്ങനെ ചുരുണ്ട് മടങ്ങിയിട്ട് മുറിഞ്ഞു പോയിട്ട് കാലിൻ്റെയും കൈൻ്റെയൊക്കെ വിരൽ, അതാണ് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത്.
അത് രക്തരോഗമാണ്, അല്ലാതെ മസ്തിഷ്ക രോഗമല്ല. പക്ഷെ ഹദീസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കാ സംശയം ഉണ്ടാവുക? കുഷ്ഠരോഗം പഠിച്ച ആൾക്കുണ്ടാവും സംശയം, അല്ലാത്തവർക്ക് ഉണ്ടാവില്ലല്ലോ. ഭൗതിക വിജ്ഞാനം വളരുമ്പോഴാണ് ദീനീ വിജ്ഞാനം പഠിക്കേണ്ടി വരിക. ജീവിക്കാൻ ആവശ്യമായ വിവരം വളരുന്നതിനനുസരിച്ച് ദീനീ വിജ്ഞാനം വളർന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമാണ് ഈമാൻ നിലനിൽക്കുക. അപ്പൊ ഈ സംശയമുള്ള ആള് പഠിക്കേണ്ടി വരും, അല്ലാത്ത ആൾ പഠിക്കേണ്ടതില്ല. സംശയമുള്ള ആള് പഠിക്കുമ്പോൾ മനസ്സിലാകും കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അത് മസ്തിഷ്ക രോഗം തന്നെയാണ്. കാരണം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവും കുഷ്ഠരോഗത്തിൻ്റെ പ്രവർത്തനവും തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്സിജൻ കലർന്ന ശുദ്ധമായ രക്തം കയ്യിൻ്റെ ഇതുവരെ എത്തുകയും വിരലിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുമ്പോൾ വിരലിൻ്റെ ഈ ഭാഗം മരിച്ചു പോകും. ഡെഡായ മരിച്ചുപോയ ഈ ശരീരത്തിൻ്റെ ഭാഗം ജീവനുള്ള ഭാഗവുമായി ചേർന്ന് നിൽക്കാൻ പ്രയാസപ്പെടുന്നതിനാൽ ഒന്നുകിൽ ഇത് പഴുക്കും, അപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മുറിഞ്ഞു ചാടും. ഇതാണ് കുഷ്ഠരോഗം. അപ്പോൾ ഓക്സിജൻ കലർന്ന രക്തം ഇതുവരെ എത്തുകയും ഇങ്ങോട്ട് കടത്തിവിടാതെ പിടിച്ചു വെക്കുകയും ചെയ്തതാണ് കാരണം. ഇതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. കിട്ടിയത് വേറാർക്കും കൊടുക്കാതിരിക്കൽ. സ്വാർത്ഥത എന്ന് പറഞ്ഞത് അതിനെയാണല്ലോ, കിട്ടിയത് ആർക്കും കൊടുക്കൂല എന്നുള്ളത്. ശരിക്ക് കുഷ്ഠരോഗത്തിൻ്റെ മാനസിക തലം അതാണ് എന്നാണ്. സ്വാർത്ഥതയാണ് അതിൻ്റെ മാനസിക തലം എന്നതാണ് പഠനത്തിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തഖുൽ ജുദാമ കമാ തത്തഖുൽ അസദ എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്. സിംഹത്തെ ഭയപ്പെടുന്നത് പോലെയാണ് കുഷ്ഠരോഗത്തെ ഭയപ്പെടേണ്ടത്. കുഷ്ഠം പിടിക്കുന്നത് ആരാണോ അയാളെയാണ് സിംഹവും പിടിക്കുക. ആരെയാണ് സിംഹം പിടിക്കുന്നത്? സിംഹം കരയുമ്പോൾ അതിങ്ങനെയാണത്രേ പറയുന്നത്, അല്ലാഹുമ്മ ലാ തുസല്ലിതിനിൽ മഅറൂഫ്, പടച്ചോനെ മഅറൂഫിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരരുതേ. റഹ്മത്ത് എന്ന് പറയുന്ന വാത്സല്യം രണ്ട് തരത്തിലുണ്ടെന്നാണ്. ഒന്ന് മർഹൂം, മറ്റൊന്ന് മഅറൂഫ്. റഹ്മത്ത് മസ്തിഷ്കബന്ധിതമായവന് മർഹൂം എന്നും റഹ്മത്ത് ഹൃദയബന്ധിതമായവന് മഅറൂഫ് എന്നും പറയുമെന്നാണ്. വാത്സല്യം മസ്തിഷ്കബന്ധിതവും വാത്സല്യം ഹൃദയബന്ധിതവും ആവാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവസാനം എന്തേ പറഞ്ഞതെന്നൊരു പിടുത്തം കിട്ടാതാവും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതോ ഞാൻ വിഷയം മാറ്റണോ? സ്വർഗവും നരകമൊക്കെ ആക്കണോ? ഇതവിടെ പഠിച്ച കുറേ കാര്യം കിട്ടും. ഒരുപാട് സംശയങ്ങൾ തീരും നമുക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ്. അള്ളാനെ മനസ്സിലായിട്ട് മുഹമ്മദ് നബിനെ മനസ്സിലാവൂല. മുഹമ്മദ് നബിയെ മനസ്സിലായതിനാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക ചെയ്യാം. ഇസ്ലാമിലേക്ക് ആദ്യം വന്നാൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അള്ളാനെ മനസ്സിലായപ്പോൾ വന്നതല്ല, മുഹമ്മദ് നബിയെ മനസ്സിലായപ്പോൾ വന്നു. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയെ മനസ്സിലായപ്പോൾ വന്നതാണ്. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചതാണ്. രണ്ട് അടിമകളാണ് ചരിത്രത്തിൽ പ്രസിദ്ധരായവർ. ഒന്നൊരു വെളുത്ത അടിമയും മറ്റൊന്നൊരു കറുത്ത അടിമയും. കറുത്ത അടിമ സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനായ സൽമാൻ 200 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ദീർഘകാലം പൂർവകാല വേദങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകനുണ്ടായിരിക്കുന്ന ഒരു ഗുണവിശേഷം അദ്ദേഹം മനസ്സിലാക്കി. പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര, ഒരു സീല് മുതുകത്തുണ്ടായിരിക്കും എന്ന് പൂർവകാല വേദങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകത്ത് ചെറിയ ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസകഷ്ണം, ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ്
പൂർവകാല വേദങ്ങൾ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ അടയാളമായി പറഞ്ഞിട്ടുള്ളത്.